നമസ്കാരം. ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിനായി യുണിസെഫുമായി ചേർന്ന് പുതിയ പദ്ധതിയുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ്. പത്തനംതിട്ട ജില്ലയിൽ ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പരത്തുന്ന കൊതുകുകളുടെ സാന്ദ്രത കൂടുന്നു. മലയോര മേഖലകളിൽ അപകടകരമായ രീതിയിൽ കൊതുകിന്റെ വർധന. അവിവാഹിതരെ അപേക്ഷിച്ച് വിവാഹിതരുടെ ആരോഗ്യമാണ് മികച്ചതെന്ന് പുതിയ പഠനം. വിവാഹിതരായവർക്ക് കൊളസ്ട്രോൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കുറവാണെന്നും ഗവേഷകർ. ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിനായി യുണിസെഫുമായി ചേർന്ന് സംസ്ഥാന ആരോഗ്യ വകുപ്പ് പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നു. ജന്മനായുള്ള ഹൃദ്രോഗമാണ് സംസ്ഥാനത്തെ 25% ശിശുമരണത്തിനും കാരണം. സംസ്ഥാനത്ത് പ്രതിവർഷം ശരാശരി 4000 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതായാണ് കണക്ക്. നിലവിൽ 80,000-ലധികം കുട്ടികൾ ഹൃദ്രോഗികളാണ്. പുതിയ പദ്ധതിയുടെ ഭാഗമായി ജന്മനാ ഹൃദ്രോഗികളായ കുട്ടികളുടെ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് സംസ്ഥാനത്ത് രജിസ്റ്റർ തയ്യാറാക്കും. രജിസ്റ്റർ തയ്യാറാക്കുന്നതിലൂടെ ആരോഗ്യവകുപ്പിന് ഇത്തരം കുട്ടികളെ കണ്ടെത്തുന്നതിനും ചികിത്സ നടത്തുന്നതിനും സഹായകമാകും. കൂടാതെ കുട്ടികൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ രോഗനിർണയം നടത്തുന്നതിനുള്ള പ്രത്യേക പരിശീലനം ഗൈനക്കോളജിസ്റ്റുകൾക്ക് നൽകുന്നതിനും പദ്ധതിയുണ്ട്. സ്ട്രെസ് അഥവാ മാനസിക സമ്മർദ്ദം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ആരോഗ്യ വാർത്തകൾ ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ആനന്ദ് കുമാറാണ്. ഡോക്ടർ, സ്വാഗതം ചർച്ചയിലേക്ക്. ഡോക്ടർ, ഈ സ്ട്രെസ് അഥവാ മാനസിക സമ്മർദ്ദം എന്ന അവസ്ഥയെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? സ്ട്രെസ് അഥവാ മാനസിക സമ്മർദ്ദം എന്നുള്ള അവസ്ഥ നമ്മൾ നിത്യജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സ്ട്രെസ്സ്. എനിക്ക് വളരെയധികം സ്ട്രെസ്സുള്ള ഒരു സമയമാണിപ്പോൾ. അപ്പോൾ ആ അവസ്ഥ തന്നെയാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് മാനസികമായിട്ടുള്ള പിരിമുറുക്കം അല്ലെന്നുണ്ടെങ്കിൽ ക്ലേശം അനുഭവിക്കുന്ന ഒരവസ്ഥ, അതാണ് സ്ട്രെസ്സ്. പക്ഷേ നമ്മൾ പലപ്പോഴും സ്ട്രെസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മാനസികം എന്നുള്ള ഒരു വാക്കും കൂടെ അറിയാതെ അങ്ങ് ചേർന്ന് പോകുന്നു. കാരണം അതാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു സമ്മർദ്ദത്തിൻ്റെ അവസ്ഥ. പക്ഷേ ഇത് കൂടാതെ ഫിസിക്കൽ സ്ട്രെസ്, അതുകൂടാതെ മെറ്റബോളിക് അല്ലെങ്കിൽ ന്യൂട്രീഷണൽ സ്ട്രെസ്, പിന്നെ ഇമോഷണൽ സ്ട്രെസ്, അതായത് മാനസികമായിട്ടുള്ളത്, ഇതൊന്നും കൂടാതെ ഇൻഫർമേഷൻ സ്ട്രെസ്, ഇങ്ങനെ പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾക്ക് നമ്മൾ അടിമപ്പെടാറുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഈ അഭിമുഖം മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കും. ഡോക്ടർ, ഈ പെട്ടെന്നുണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദവും നീണ്ടു നിൽക്കുന്ന ഈ മാനസിക സമ്മർദ്ദവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പെട്ടെന്നുള്ള മാനസിക സമ്മർദ്ദം മനുഷ്യന് നിത്യജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. നേരെ മറിച്ച് നീണ്ടു നിൽക്കുന്ന ഒരു മാനസിക സമ്മർദ്ദം നമുക്ക് ദൂഷ്യം ചെയ്യും, ശാരീരികമായും മാനസികമായും. ഉദാഹരണത്തിന് നമ്മളൊരു സാഹചര്യത്തിനെ നേരിടുന്ന സമയത്ത് ഒന്നുകിൽ നമ്മൾ അതിനെ എതിരിടണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഓടിപ്പോകണം. ഇതിന് രണ്ടും നമുക്ക് എന്താണ് ആവശ്യം? ഒന്ന്, നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടണം, നമ്മുടെ മാംസപേശികളിലോട്ടുള്ള രക്തഓട്ടം കൂട്ടണം, അതുപോലെ നമ്മുടെ ശ്വാസഗതി കൂടി കിട്ടണം. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് അക്യൂട്ട് സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ടാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ആ സമയത്ത് നമുക്ക് കുറച്ചൊരു മാനസിക സമ്മർദ്ദം ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഓർമ്മശക്തി ഇത്തിരി കൂടി കിട്ടും. നേരെ മറിച്ചൊരു പരീക്ഷയെ യാതൊരു ഗൗരവമില്ലാത്ത രീതിയിൽ കാണുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരീക്ഷയിലുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അതുപോലെ തന്നെ മോശമായിട്ട് വരും. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് മാനസിക അക്യൂട്ട് സ്ട്രെസ് അത് മനുഷ്യന് ആവശ്യമാണ്. പക്ഷേ മറ്റേ രീതിയിലുള്ള മാനസിക സമ്മർദ്ദം, നീണ്ടു നിൽക്കുന്ന മാനസിക സമ്മർദ്ദം നമ്മൾ തീർച്ചയായും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ്. ഡോക്ടർ, ഇപ്പോൾ നീണ്ടു നിൽക്കുന്ന മാനസിക സമ്മർദ്ദത്തെ പറ്റി പറയുകയുണ്ടായി. ഇതിനെ നിശബ്ദ കൊലയാളി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതിനുള്ള ഉത്തരം പറയുന്നതിന് മുമ്പ് നമ്മുടെ മനുഷ്യൻ്റെ പ്രവർത്തിക്കുന്ന രീതിയെക്കുറിച്ച് എനിക്ക് കുറച്ച് പറയേണ്ടി വരും. ഉദാഹരണമായിട്ട് ഡാനിയൽ കനേമാൻ എന്ന് പറഞ്ഞിട്ട് ഒരു നോബൽ ലോറേറ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം 2 രീതിയിലുള്ള മാനസിക നിലയെക്കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ കോഗ്നിറ്റീവ് മൈൻഡ്, അതായത് നമ്മുടെ ബോധമനസ്സ്. അപ്പോൾ അത് നമ്മുടെ ഓർമ്മയിലും ബോധത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സാണ്. അതുകൂടാതെ നമുക്ക് വേറൊരു മനസ്സുണ്ട്, അതായത് ഒരു ഇൻറ്റ്യൂറ്റീവ് മൈൻഡ്. അതൊരു ഓട്ടോമാറ്റിക്കാണ്, അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. എന്ന് മാത്രമല്ല, നമുക്കത് ഉള്ളിൽ ചുഴിഞ്ഞിറങ്ങി അതിനെ കണ്ടുപിടിക്കാനും പറ്റില്ല അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതൊരു നോൺ കോൺഷ്യസ് ഓട്ടോമാറ്റിക്
പൈലറ്റ് മോഡിൽ പ്രവർത്തിക്കുന്ന ഒരു മാനസിക നിലയാണ്. പക്ഷേ അതിശയമെന്ന് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഒരു 90% സമയം നമ്മൾ പ്രവർത്തിക്കുന്നത് ഈ ഒരു ഓട്ടോമാറ്റിക് പൈലറ്റ് മോഡിലാണ്. അതായത് നമ്മുടെ ബോധമനസ്സിൽ പലതും കടന്നു വരുന്നില്ല. ഉദാഹരണത്തിനായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഞാൻ ഏത് രീതിയിലാണ് എൻ്റെ വാക്യങ്ങൾ ഉപയോഗിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരഭാഷ, ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. എൻ്റെ ബോധമനസ്സിൽ വന്നിട്ട് ഞാൻ നിയന്ത്രിച്ചിട്ട് വരുന്നതല്ല. അതുപോലെ തന്നെ നമുക്കൊരു ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് വേറൊരു രീതിയിലുള്ള ഒരു നെർവസ് സിസ്റ്റം കൺട്രോളുണ്ട് നമ്മുടെ ശരീരത്തിന്. അതായത് നമ്മുടെ ശരീരം നിലനിന്ന് പോകാനുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു നെർവസ് സിസ്റ്റമാണത്. ഉദാഹരണത്തിന് നമ്മുടെ ഹാർട്ട് റേറ്റ്, നമ്മുടെ ബ്ലഡ് പ്രഷർ കൺട്രോള്, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ, ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഈ ഓട്ടോമാറ്റിക് നെർവസ് സിസ്റ്റമാണ്. അപ്പോൾ അത് നമ്മളെ ക്രിയേറ്റർ, മനുഷ്യനെ ഉണ്ടാക്കിയ ആൾ ആ സമയത്ത് ചിന്തിച്ച് കാണണം, ഈ വക കാര്യങ്ങൾ ബോധമനസ്സിന് വിട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു വഴിക്കാക്കുന്ന ബോധമുണ്ടായത് കൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിനെ ഇതിനെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്. അതിപ്പം വളരെ പണ്ഡിതനായിട്ടുള്ള ഒരാൾക്കും ഒരു മെൻ്റലി ചലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടിക്കും എല്ലാം ഒരേ രീതിയിൽ തന്നെയാണ് അത് പ്രവർത്തിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ഒരു ലിവർ സെല്ലിൽ ഒരു 500 റിയാക്ഷൻസാണ് നടക്കുന്നത് ഒരു ദിവസം. അപ്പോൾ അതെല്ലാം നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെ ബ്രെയിനിൻ്റെ പ്രവർത്തനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഭാവനയിൽ പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളും നിയന്ത്രണങ്ങളുമാണ് അവിടെ നടക്കുന്നത്. BP എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ടു സെക്കൻഡ് അത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ബോധമനസ്സല്ല. ഞാൻ ഇത്രയും പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ക്രോണിക് സ്ട്രെസ് ഒരു സൈലൻറ്റ് കില്ലറാണെന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ വരുന്ന മാറ്റങ്ങളൊന്നും നമ്മുടെ ബോധമനസ്സിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും നമ്മുടെ ബോധമനസ്സിൽ വരാത്ത ഒരു കാര്യമാണ് നമ്മളിങ്ങനെ ഒരു മാനസിക സമ്മർദ്ദത്തിന് അടിമപ്പെട്ടിരിക്കുകയാണെന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ക്രോണിക് സ്ട്രെസ് ഇസ് എ സൈലൻറ്റ് കില്ലർ, നിശബ്ദനായിട്ടുള്ളൊരു കൊലയാളിയാണെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ നിശബ്ദമാണെന്ന് പറഞ്ഞാലും ഇത്തരം സമ്മർദ്ദം ഏതെങ്കിലും തരത്തിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും നമ്മൾ അതിനു വേണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടയാളങ്ങൾ നിശ്ചയമായിട്ട് നമുക്ക് കാണാം. ഉദാഹരണത്തിനായിട്ട് നമ്മൾ ശാരീരികമായിട്ടുള്ള അടയാളങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്വാസഗതിയിൽ വരുന്ന മാറ്റങ്ങൾ, അതുകൂടാതെ തലവേദന, അല്ലെങ്കിൽ മാംസപേശികളുടെ പിരിമുറുക്കം, അല്ലെന്നുണ്ടെങ്കിൽ നെഞ്ചരിച്ചിൽ, പൊളിച്ചിത കെട്ടൽ, എന്നുണ്ടെങ്കിൽ വയറിന് അസ്വസ്ഥത, ഇതുകൂടാതെ നമ്മുടെ ഒരു സ്വഭാവത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ, ബിഹേവിയറൽ ഇഷ്യൂസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പലതിനും നമ്മൾ അടിമപ്പെടും. ഉദാഹരണത്തിന് പുകവലി, എന്നുണ്ടെങ്കിൽ മദ്യം, അല്ലെന്നുണ്ടെങ്കിൽ മയക്കുമരുന്ന്. ഇതൊന്നും കൂടാതെ നമ്മുടെ നെയിൽ ബൈറ്റിങ്, നഖം കടിക്കുക, അല്ലെങ്കിൽ പല്ല് കടിക്കുക, ഇതെല്ലാം നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന വ്യത്യാസങ്ങളായിട്ട് എടുക്കാം. പക്ഷേ ഇതുകൂടാതെ നമ്മുടെ ബൗദ്ധിക തലത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ വരുന്ന പിഴവുകൾ, എന്നുണ്ടെങ്കിൽ ഓർമ്മിച്ചെടുക്കാൻ പറ്റാതെ വരിക പലതും, ഏതൊരു സാഹചര്യത്തിനും ഒരു സ്പഷ്ടതയില്ലായ്മ, അതുപോലെ എന്തിനെങ്കിലും നമുക്ക് അതിൻ്റെ കാര്യകാരണ സഹിതം അതിനെ വേറിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ജഡ്ജ്മെൻറ്റ്, അതുപോലെ തന്നെ നമുക്കൊരു പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ പരിഹരിക്കാം എന്ന് ചിന്തിച്ച് മനസ്സിലൊരു പ്ലാൻ ഉണ്ടാക്കാനുള്ള കഴിവ്, ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെടും. അതുകൂടാതെ ഒരു വൈകാരിക തലത്തിൽ ഇമോഷണൽ പ്ലെയിനിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള ഉത്കണ്ഠ, അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് കരയുക, എന്നിട്ട് അക്ഷമനാകുക, എന്നുണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് കയറി പ്രതികരിക്കുക. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകാം നമുക്ക് ഇങ്ങനെ ഒരു നീണ്ടു നിൽക്കുന്ന ഒരു മാനസിക സമ്മർദ്ദത്തിന് നമ്മൾ അടിമപ്പെട്ടിരിക്കുകയാണ്. ദയവായി തുടരുക. ഒരു ഇടവേളയ്ക്ക് ശേഷം ചർച്ച തുടരും. പ്രപഞ്ചശക്തികളുടെ പ്രഭവ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രദർശനം ശരീരത്തിനെ ഊർജ്ജസ്വലമാക്കുന്നു, മനസ്സിനെ നിർമ്മലമാക്കുന്നു. ഓരോ ദേശത്തിന്റെയും സംസ്കാരത്തിന്റെയും ജീവിത രീതികളുടെയും അടിത്തറയാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രാചാരങ്ങളും ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും അറിഞ്ഞുകൊണ്ട് പുണ്യവീഥികളിലൂടെ ഒരു പ്രദക്ഷിണം. എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണിക്ക് പ്രദക്ഷിണം.
ഡോക്ടർ ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ മാനസിക സമ്മർദ്ദത്തിന്റെ ഒരു ഉത്ഭവം സാഹചര്യങ്ങളാണോ അതോ അതിനോടുള്ള നമ്മളുടെ പ്രതികരണമാണോ? തീർച്ചയായിട്ടും നമുക്ക് അതിനോടുള്ള പ്രതികരണമാണ്. കാരണം സാഹചര്യങ്ങൾ നമുക്ക് ഒരിക്കലും മാറ്റാൻ കഴിയില്ല, അതങ്ങനെ തന്നെ നിലനിൽക്കും. പക്ഷേ അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് നിശ്ചയിക്കാനുള്ള കഴിവ് നമ്മൾക്കുണ്ട്. ഉദാഹരണത്തിന് ബുദ്ധൻ പറഞ്ഞതുപോലെ നമ്മൾ എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കണം, അതിൻ്റെ അകത്ത് ദയയുണ്ടോ, അതുകൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും അത് വേദനിപ്പിക്കുമോ, എല്ലാത്തിനും ഉപരി അത് നിശബ്ദതയെ ഏതെങ്കിലും രീതിയിൽ മെച്ചപ്പെടുത്തുന്നോ എന്ന് ആലോചിച്ചിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സംസാരം മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഏതൊരു സാഹചര്യത്തിനും നമുക്ക് നല്ല രീതിയിൽ അതിനെ പ്രതികരിക്കാൻ പറ്റും. എപ്പോഴും നമ്മളൊരു ക്ഷമയോടുകൂടി കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുക, അതിനുശേഷം ചിന്തിച്ചുറച്ച ശേഷം അതിനെ പ്രതികരിക്കുക എന്നുള്ളതാണ് നല്ല രീതി. ഡോക്ടർ, എന്തൊക്കെ തരത്തിലുള്ള ഒരു മാനസിക സമ്മർദ്ദത്തിനാണ് നമ്മൾ അടിമപ്പെടുന്നത്? നമ്മളെപ്പോഴും സമ്മർദ്ദം എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ കൂട്ടത്തിൽ മാനസികം എന്നുള്ളൊരു വാക്കും കടന്നുകൂടുന്നു. പക്ഷെ അതുകൂടാതെ നമുക്ക് ഫിസിക്കൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് നമ്മൾ ഒരു കസേരയിൽ ഇരിക്കുന്ന രീതി, നമ്മൾ ഏത് രീതിയിലാണ് കൈവച്ചിരിക്കുന്നത്, ഇതെല്ലാം നമ്മുടെ ശാരീരികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ കൂട്ടും. ഇപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഓഫീസ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അവരുടെ കമ്പ്യൂട്ടർ സ്ക്രീൻ എത്ര അകലത്തിലിരിക്കുന്നു, അവരുടെ കൈയെല്ലാം റെസ്റ്റ് ചെയ്തിട്ടാണ് അവർ മൗസ് ഉപയോഗിക്കുന്നത്, ഇതെല്ലാം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ടാണ് മിക്കപ്പോഴും വൈകുന്നേരം ആകുന്ന സമയത്ത് ഇവർക്കെല്ലാം അകാരണമായിട്ടുള്ള തളർച്ച, പേശികളിലെല്ലാം വേദന, ഇതെല്ലാം വരുന്നത് ഈ കാരണം കൊണ്ടാണ്. അതുകൊണ്ട് പുറം നാടുകളിൽ ഒരു ശാസ്ത്രശാഖ തന്നെ ഉണ്ട്, ഇത് ഒരു എർഗണോമിക്സ് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് നമ്മളൊരു ഓഫീസ് ഡിസൈൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഇപ്പോൾ ആശുപത്രിയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഏത് ഡിസൈനിലും ഈ എർഗണോമിക്സ് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഫിസിക്കൽ സ്ട്രെസ്സ് വളരെ കൂടുന്നു. അപ്പോൾ അത് മുൻകൂട്ടി കണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ആസൂത്രണം ചെയ്യാൻ. രണ്ടാമതായിട്ട് നമ്മുടെ ന്യൂട്രീഷണൽ ഓർ മെറ്റബോളിക് സ്ട്രെസ്, അതായത് നമ്മുടെ പച്ചക്കറികളിൽ ഉള്ള വിഷാംശം. അപ്പോൾ ഇതെല്ലാം ഒരു ടോക്സിക് ലോഡാണ് ശരീരത്തിന്. അപ്പോൾ അതും അകറ്റി നിർത്താൻ നമ്മൾ ശ്രമിക്കണം. മൂന്നാമത് ഇമോഷണൽ സ്ട്രെസ്, നമ്മൾ ഇത്രയധികം സംസാരിച്ചുകൊണ്ടിരുന്നതെല്ലാം മാനസിക സമ്മർദ്ദത്തിനെ കുറിച്ചാണ്. പക്ഷേ ഇതൊന്നും കൂടാതെ ഈ കാലത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള വേറൊരു സമ്മർദ്ദം എന്ന് പറയുന്നത് ഇൻഫർമേഷൻ സ്ട്രെസ്സാണ്. അതായത് പല മാധ്യമങ്ങളിൽ കൂടി നമ്മളിൽ എത്തിച്ചേരുന്ന വിവരങ്ങൾ. ഉദാഹരണത്തിന് രാവിലെ പത്രം വായിക്കുമ്പോഴത്തേക്കും ഒരു കൊലപാതകം, ഇതുണ്ടെങ്കിൽ ആരെങ്കിലും ഞെക്കിക്കൊന്നു, ഇതെല്ലാം വായിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിനത് സമ്മർദ്ദം അറിയാതെ തന്നെ ഉള്ളിലോട്ട് ഒരു സമ്മർദ്ദം അനുഭവപ്പെടുകയാണ്. അതുപോലെ നമ്മൾ TV കാണുന്ന സമയത്ത് വളരെയധികം കരച്ചിലും സങ്കടവും ഒക്കെ ഉള്ള ചില പരിപാടികൾ, അല്ലെന്നുണ്ടെങ്കിൽ വയലൻസ്, കാർട്ടൂൺസിൽ വരെ വളരെയധികം വയലൻസ് ഉണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ സ്ട്രെസ്, അത് ചിലപ്പോൾ സത്യമായിരിക്കാം അസത്യവുമായിരിക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഓരോരോ കഥകൾ ഉണ്ടാക്കുകയാണ് ഇതിനെ അധികരിച്ച്. അപ്പോൾ ഇതും വളരെയധികം നമ്മളെ വളരെ തെറ്റായ രീതിയിൽ നമ്മളെ ബാധിക്കുന്നു. അപ്പോൾ ഇൻഫർമേഷൻ സ്ട്രെസ്സ്, ഇമോഷണൽ സ്ട്രെസ്, ഫിസിക്കൽ സ്ട്രെസ്, ടോക്സിക് ഓർ മെറ്റബോളിക് സ്ട്രെസ്, ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ബോധവാന്മാരായിരിക്കണം. ഡോക്ടർ, ഇപ്പോൾ ഈ സ്ട്രെസ്സിനെ കുറിച്ച് പറഞ്ഞു. ശരിക്കും ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ ശരീരത്തിൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ശരിക്കും എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാം. ഒന്ന്, ഒരു നെർവസ് സിസ്റ്റം, നമ്മുടെ ഞരമ്പുകളുടെ തലത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ. രണ്ട്, ഹോർമോൺസ് അല്ലെങ്കിൽ കെമിക്കൽ രാസവസ്തുക്കളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ. നമ്മൾ നെർവസ് സിസ്റ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ എല്ലാം അധിപൻ ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്രെയിനിലുള്ള ഒരു പ്രത്യേക ഒരു ഓർഗനാണ്. അപ്പോൾ ഹൈപ്പോതലാമസ് അതൊരു പിറ്റ്യൂട്ടറി എന്ന് പറഞ്ഞൊരു ഗ്ലാൻഡുമായിട്ട് കണക്റ്റഡ് ആണ്. അത് താഴെ അഡ്രിനൽസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ്സ് വരുന്ന സമയത്ത് ഈ ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, അഡ്രിനൽ ആക്സിസ് എന്ന് പറയും. അപ്പോൾ അതൊരു അക്യൂട്ട് സ്ട്രെസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പെട്ടെന്നുള്ള ഒരു സമ്മർദ്ദമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് അഡ്രിനാലിനായിരിക്കും. പക്ഷെ നേരെ മറിച്ച് ക്രോണിക് സ്ട്രെസ്, നീണ്ടു നിൽക്കുന്ന ഒരു സമ്മർദ്ദം ഉള്ള അവസ്ഥയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ആണ്. അപ്പോൾ ഇതൊരു വലിയ വ്യത്യാസമാണ് ഇത് തമ്മിൽ. ഇത് കൂടാതെ നമ്മൾ രണ്ട് രീതിയിലുള്ള ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം
ബ്രാഞ്ചസ് ഉണ്ട് നമുക്ക്. ഒന്നിൻ്റെ പേര് സിമ്പത്തറ്റിക് സിസ്റ്റം, മറ്റൊന്നിൻ്റെ പേര് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. സിമ്പത്തറ്റിക് സിസ്റ്റമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റിയാക്ഷൻ. അപ്പോൾ അത് വരുന്ന സമയത്ത് നമ്മുടെ അഡ്രിനാലിൻ കൂടും. അത് നീണ്ടു നിൽക്കുന്ന ഒരു സ്ട്രെസ്സിലോട്ട് പോകുന്ന സമയത്ത് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ആണ് പിന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. നേരെ മറിച്ച് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു റിലാക്സിങ് നെർവ് സിസ്റ്റമാണ്. ഉദാഹരണത്തിന് വാഗസ് നെർവ് എന്ന് പറഞ്ഞ ഒരു നെർവുണ്ട്. അതായത് നമ്മുടെ ബ്രെയിനിൻ്റെ ഈ താഴ്ഭാഗത്തു നിന്ന് ഉത്ഭവിച്ച് അത് താഴെ വന്ന് അങ്ങ് പിന്നെ കുടൽ വരെ എത്തി അതിൻ്റെ നെർവ് സപ്ലൈ അത്രയധികം നീണ്ടു നിൽക്കുന്ന ഒരു വളരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു നെർവാണ് വാഗസ്. അതുകൊണ്ടാണ് അതിന് വാഗസ് എന്ന് പേര് തന്നെ വന്നിരിക്കുന്നത്. വാഗബോണ്ട് എന്നുള്ള ഇതിൽ നിന്നാണ് വാഗസ് എന്നുള്ള പേര് വന്നിരിക്കുന്നത്. ഞാൻ ഈ ഒരു വാഗസ് നെർവിനെ കുറിച്ച് ഇത്രയധികം പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, വാഗസ് നെർവാണ് റിലാക്സിങ് നെർവ്. അതായത് വാഗസ് നെർവിനെ അതിൻ്റെ പ്രവർത്തനം കൂട്ടുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് റേറ്റ് കുറയും, ബ്ലഡ് പ്രഷർ കുറയും, നമ്മുടെ എനർജി ഊർജം നമ്മൾ കൺസർവ് ചെയ്യും. അപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് ഈ പാരാസിമ്പത്തറ്റിക് വാഗൽ നെർവ് ആക്ടിവേഷന് വരുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മളെപ്പോഴും സ്ട്രെസ്സിൽ നിന്ന് വിമുക്തി നേടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മാർഗങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ഈ വാഗൽ ട്രാഫിക്, ഈ വാഗസിൽ കൂടെ ഉള്ള നമ്മുടെ പ്രവർത്തനം കൂട്ടിയിട്ടാണ്. അപ്പം ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് ഒരു നെർവസ് സിസ്റ്റത്തിൽ വരുന്ന മാറ്റങ്ങൾ, അതായത് ക്രോണിക് സ്ട്രെസ് വരുമ്പോഴത്തേക്കും ഒരു സിമ്പത്തറ്റിക് ആക്ടിവിറ്റി കൂടും, റിലാക്സിങ് നെർവ് അതായത് പാരാസിമ്പത്തറ്റിക് ആക്ടിവിറ്റി കുറയും. അതുപോലെ തന്നെ ഒരു രാസവസ്തുവിൻ്റെ തലത്തിൽ എടുക്കുകയാണെങ്കിൽ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ആണ് നീണ്ടു നിൽക്കുന്ന മാനസിക സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് തമ്മിലുള്ള വ്യത്യാസം വളരെയധികം നമുക്ക് പ്രാധാന്യമുണ്ട്. കാരണം ഇത് ശരീരത്തിൻ്റെ എല്ലാ പ്രക്രിയകളെയും ബാധിക്കുന്നു. ഉദാഹരണത്തിന് ഇത് പിന്നെ ഹാർട്ടിൻ്റെ പ്രവർത്തനത്തിനെ ബാധിക്കുന്നു, ബ്രെയിനിൻ്റെ പ്രവർത്തനത്തിനെ ബാധിക്കുന്നു. അതുപോലെ നമ്മുടെ കൊഴുപ്പ് ഏത് രീതിയിലാണ് നമ്മുടെ ശരീരത്തിൽ പ്രകടിപ്പിക്കപ്പെടുന്നത്, അതും ഇതിനെ അധികരിച്ചാണ് ഇരിക്കുന്നത്. ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാറ്റം, ഒരു ഷിഫ്റ്റ് ഫ്രം ഒരു അഡ്രിനാലിൻ ടു കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് വരുന്ന സമയത്ത് നമുക്ക് വളരെയധികം ആവശ്യമുള്ള പല രാസവസ്തുക്കളും ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമുള്ള സബ്സ്ട്രേറ്റ്സ് എന്ന് പറയും, അതിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്. അത് ഈ ഒരു സമ്മർദ്ദം വരുന്ന സമയത്ത് അത് മോഷ്ടിക്കപ്പെട്ട് വേറെ രീതിയിൽ വേറെ രാസവസ്തുക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അതിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊരിക്കലും ശരീരത്തിന് നല്ലതല്ല. ഇതൊന്നും കൂടാതെ ഒരു ജനറ്റിക് ലെവൽ, ജീൻ ലെവലിലും മാറ്റങ്ങൾ വരുന്നു. അതായത് അതിന് കേടുപാടുകൾ വരുന്നു DNA-ക്ക്. അതും പിന്നെ നമ്മൾ റിപ്പയർ ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷം വരുന്നു. അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ എല്ലാ തലത്തിലും ഈ ക്രോണിക് സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഡോക്ടർ ദയവായി തുടരുക, വീണ്ടും ഒരു ഇടവേള. വാർത്തകൾ ഇവിടെ വാൾമുനകളാവുന്നു. ജനപക്ഷ വാർത്തകളുടെ ലോകം. സത്യസന്ധമായ വസ്തുനിഷ്ഠമായ വാർത്തകളുമായി ജനകീയ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് എന്നും മുൻപന്തിയിൽ നേരിന്റെ നേർക്കാഴ്ചയുമായി എന്റെ വാർത്ത എത്തുന്നു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക്. ഡോക്ടർ, ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ മാനസിക സമ്മർദ്ദങ്ങളും അസുഖങ്ങളും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ ഇത്രയും പറഞ്ഞ് തീർത്തപ്പോൾ നമുക്ക് മനസ്സിലായി കാണും, ശരീരം ഇങ്ങനെ ഇത് സഹിച്ച് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരവസ്ഥ വരും, ആ സമയത്ത് അതിൻ്റെ നിശബ്ദത ഭഞ്ചിച്ച് വെളിയിൽ വരും. അപ്പം അങ്ങനെ വരുന്ന സമയത്താണ് നമുക്ക് അസുഖങ്ങളുണ്ടാകുന്നത്. ഇതൊന്നും കൂടാതെ ഈ മാനസിക സമ്മർദ്ദങ്ങൾ എടുത്താൽ പല അവസരങ്ങളിലും അസുഖത്തിൻ്റെ തുടക്കം അതിൽ നിന്നുമായിരിക്കും. ഉദാഹരണത്തിന് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, നമ്മുടെ പ്രതിരോധ ശക്തി നമുക്കെതിരായിട്ട് തന്നെ തിരിയുന്ന അസുഖങ്ങൾ, അതുകൂടാതെ ഇൻഫെക്ഷൻസ്, ഏത് അസുഖം എടുത്താലും ജീവിതശൈലി രോഗങ്ങൾ, ഇതൊക്കെ എടുത്തു കഴിഞ്ഞാലും മാനസിക സമ്മർദ്ദമായിരിക്കും അതിനുള്ള ഒരു പ്രധാന കാരണം. ഇതൊന്നും കൂടാതെ നമ്മൾ ശരീരം ഒരു അസുഖത്തിനോട് മരുന്നുകൾ കൊണ്ട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതും ഇതിനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ മാനസിക സമ്മർദ്ദം ഇല്ലാത്ത ഒരവസ്ഥയാണെന്ന് വരുന്നതെന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും അതിനോടുള്ള പ്രതികരണം ഒരു നല്ല രീതിയിലായിരിക്കും. ഇതൊന്നും കൂടാതെ ഈ അസുഖം കൊണ്ടുണ്ടാകുന്ന വൈകല്യങ്ങൾ എന്നുണ്ടെങ്കിൽ മരണം വരെ സംഭവിക്കുന്നതിൻ്റെ ഒരു കാരണം മിക്കവാറും മാനസിക സമ്മർദ്ദമായിരിക്കും. ഉദാഹരണത്തിനായിട്ട് ഇപ്പോൾ ഹാർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മയോകാർഡിയൽ സ്റ്റണ്ണിങ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. അതായത് വളരെയധികം ഒരു മാനസിക സമ്മർദ്ദത്തിന് വഴങ്ങുന്ന സമയത്ത് നമ്മുടെ ഹാർട്ടിൻ്റെ മാംസപേശികൾ പകച്ചു നിന്ന് പോകുന്നു, പ്രവർത്തിക്കാൻ കഴിയാതെ. അത്രത്തോളം വരെ കാര്യങ്ങളെ എത്തിക്കാനുള്ള കഴിവ് ഈ മാനസിക സമ്മർദ്ദത്തിനുണ്ട്. അതുകൂടാതെ മെറ്റബോളിക് സിൻഡ്രോം, അതായത് ജീവിതശൈലി രോഗങ്ങൾ, അതായത് ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോള്, ബ്ലഡ് ഷുഗർ, ഇതെല്ലാം അതിൻ്റെ കാഠിന്യം കൂട്ടാൻ വേണ്ടിയിട്ടും ഈ മാനസിക സമ്മർദ്ദം ഒരു കാരണമാണ്. ഇതൊന്നും കൂടാതെ നമ്മൾ ഈ കാലത്ത് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, പലപ്പോഴും പറയാറുണ്ട് നമ്മൾ വെയിറ്റ് കുറയ്ക്കണം. പക്ഷെ അതിനേക്കാട്ടിലും പ്രാധാന്യമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വേസ്റ്റ് ലെങ്ത്, അബ്ഡോമിനൽ ഗർത്ത്, അതായത് ടേപ്പ് ഉപയോഗിച്ച് നമ്മൾ മെഷർ ചെയ്യുന്നതാണത്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ് വെയിങ് മെഷീനാണോ കൂടുതൽ പ്രാധാന്യമുള്ളത് അതോ ടേപ്പിനാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഉത്തരം പറയേണ്ടത് ടേപ്പിനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബെല്ലി ഫാറ്റ്, അതായത് ബെല്ലി ഫാറ്റ് നമ്മുടെ ഒരു മാനസിക പിരിമുറുക്കത്തിൻ്റെ ഒരു പ്രകടനമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു കഥ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് നമ്മുടെ പൂർവികന്മാർക്ക് ഏറ്റവും കൂടുതൽ അവർ ഭയപ്പെട്ടിരുന്നത് ഫാമിനായിരുന്നു, ക്ഷാമം വന്നു കഴിയുമ്പോഴത്തേക്കും കൃഷി വിഭവങ്ങളെല്ലാം നശിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ അബ്ഡമൻ ഇവിടെ ഇതിങ്ങനെ ഫാറ്റ് കൊഴുപ്പ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ തലച്ചോറിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊരു ടോക്സിക് ഡംപ് ഫാറ്റ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ അത് വളരെയധികം പ്രാധാന്യമുണ്ട്. അതായത് നമ്മുടെ ഒരു മാനസിക സമ്മർദ്ദത്തിൻ്റെ, അതായത് നീണ്ടു നിൽക്കുന്ന മാനസിക സമ്മർദ്ദത്തിൻ്റെ ഒരു പ്രകടന പത്രിക തന്നെയാണ് ഈ അബ്ഡോമിനൽ ഫാറ്റ്. അപ്പോൾ അങ്ങനെ പല രീതിയിലും നമ്മുടെ അസുഖങ്ങൾ, മെറ്റബോളിക് ഡിസീസസ്, ഹാർട്ട് ഡിസീസസ്, സ്ട്രോക്ക്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, നമ്മുടെ സന്ധി രോഗങ്ങൾ, ആർത്രൈറ്റിസ്, ഏത് അസുഖം എടുത്താലും അതിനുമായിട്ടെല്ലാം ഈ മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ സ്ട്രെസ് ബന്ധപ്പെട്ട് കിടക്കുന്നു. സ്ട്രെസ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്തത് കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ആനന്ദ് കുമാറാണ്. ഡോക്ടർ വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. അവിവാഹിതരെ അപേക്ഷിച്ച് വിവാഹിതരുടെ ആരോഗ്യമാണ് മികച്ചതെന്ന് പുതിയ പഠനം. വിവാഹിതരായവർക്ക് കൊളസ്ട്രോൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കുറവാണെന്നും ഗവേഷകർ പറയുന്നു. വിവാഹിതർക്ക് ആശ്വാസമേകുന്ന പുതിയ വാർത്തയെത്തുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. അവിവാഹിതരെ അപേക്ഷിച്ച് വിവാഹിതരുടെ ആരോഗ്യമാണ് മികച്ചതെന്നാണ് പുതിയ പഠനം. സ്നേഹത്തോടെയുള്ള പരിചരണമാണ് നല്ല ആരോഗ്യത്തിനായുള്ള മരുന്ന്. വിവാഹിതർക്ക് അനുകൂലമാകുന്ന പ്രധാന ഘടകവും ഇതുതന്നെ. ഹൃദയത്തെ കാത്തുസൂക്ഷിക്കാൻ വിവാഹം ഒരു ഉത്തമ പ്രതിവിധിയാണ്. വിവാഹിതരായവർക്ക് ഉയർന്ന കൊളസ്ട്രോൾ പോലുള്ള ഹൃദയ സംബന്ധമായ രോഗങ്ങൾ തരണം ചെയ്യാൻ സാധിക്കുമെന്നും ഗവേഷകർ പറയുന്നു. പങ്കാളിയുടെ കരുതലും പിന്തുണയും മികച്ച ആരോഗ്യമാണ് പ്രദാനം ചെയ്യുകയെന്ന് ബ്രിട്ടനിലെ 10 ലക്ഷത്തോളം യുവാക്കളിൽ നടത്തിയ പഠനം ചൂണ്ടിക്കാട്ടുന്നു. ഹൃദയാഘാതത്തിൽ നിന്നുവരെ രക്ഷ നേടാൻ വിവാഹത്തിലൂടെ സാധിക്കുമെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ പോൾ കാർട്ടറും സഹപ്രവർത്തകരും കണ്ടെത്തി. വിവാഹിതരായവർ ഉയർന്ന രക്തസമ്മർദ്ദത്തിൽ നിന്നും പ്രമേഹ രോഗത്തിൽ നിന്നും പെട്ടെന്ന് രക്ഷ നേടുന്നതായും റിപ്പോർട്ടിലുണ്ട്. ഹെൽത്ത് ഡെസ്ക്, അമൃത TV. പത്തനംതിട്ട ജില്ലയിൽ ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പരത്തുന്ന കൊതുകുകളുടെ സാന്ദ്രത കൂടുന്നു. മലയോര മേഖലകളിലാണ് അപകടകരമായ രീതിയിൽ കൊതുകിന്റെ വർധന. പത്തനംതിട്ട ജില്ലയിൽ പകർച്ചപ്പനിക്കൊപ്പം കൊതുകിന്റെ സാന്ദ്രതയും അപകടകരമായ തോതിൽ വർദ്ധിച്ചു വരികയാണ്. റാന്നി, കോന്നി, മല്ലപ്പള്ളി ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലാണ് വർധന. കൈത, റബ്ബർ, കൊക്കോ ഉൾപ്പെടെയുള്ള തോട്ടങ്ങളിലുള്ള സ്ഥലങ്ങളിൽ കൊതുകിന്റെ സാന്ദ്രത ബ്രിട്ടോ ഇൻഡെക്സ് 80 കടന്നു. ഈ സാഹചര്യത്തിൽ ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള കൊതുക് പരത്തുന്ന രോഗങ്ങൾ ജില്ലയിൽ പടർന്നുപിടിക്കാൻ സാധ്യത ഏറെയാണെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. റബ്ബറും കൈതച്ചക്കയും ഏറ്റവും അധികമുള്ള ലാഹയിലാണ് കൊതുകിന്റെ സാന്ദ്രത കൂടുതലുള്ളത്. ഇവിടെ ബ്രിട്ടോ ഇൻഡെക്സ് 84 രേഖപ്പെടുത്തിയിട്ടുള്ളത്. ലാഹയിൽ മാത്രം 4 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് പഠനത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ചിറ്റാർ, സിർത്തോട് മേഖലകളിൽ 80, കോന്നിയിൽ 74, റാന്നിയിൽ 72, കോട്ടാങ്ങലിൽ 76, കാഞ്ഞീറ്റുകരയിൽ 74, പറക്കോട് 70, പന്തളം, മല്ലപ്പള്ളി 68 എന്നിങ്ങനെയാണ് കൊതുക് സാന്ദ്രതയുടെ തോത്. അപ്പർ കുട്ടനാടൻ മേഖലകളിൽ കൊതുക് സാന്ദ്രത കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പങ്കജാക്ഷൻ, അമൃത ന്യൂസ്, പത്തനംതിട്ട. പ്രധാന ആരോഗ്യ വാർത്തകൾ വീണ്ടും.
ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിനായി യുണിസെഫുമായി ചേർന്ന് പുതിയ പദ്ധതിയുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ്. പത്തനംതിട്ട ജില്ലയിൽ ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പരത്തുന്ന കൊതുകുകളുടെ സാന്ദ്രത കൂടുന്നു. മലയോര മേഖലകളിൽ അപകടകരമായ രീതിയിൽ കൊതുകിന്റെ വർധന. അവിവാഹിതരെ അപേക്ഷിച്ച് വിവാഹിതരുടെ ആരോഗ്യമാണ് മികച്ചതെന്ന് പുതിയ പഠനം. വിവാഹിതരായവർക്ക് കൊളസ്ട്രോൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കുറവാണെന്നും ഗവേഷകർ. ആരോഗ്യവാർത്തകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. amritatv.com/health സന്ദർശിക്കുക. യൂട്യൂബിൽ കാണാൻ youtube.com/amritatv സന്ദർശിക്കുക. ആരോഗ്യവാർത്തകൾ വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30 കാണാം. നമസ്കാരം.